നല്ല നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി. അതായത് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ ഒപ്പം കിട്ടുന്ന ഒരു ബീഫ് കറിയില്ലേ, നാടൻ രീതിയിലുള്ള ബീഫ് കറി, ആ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ കുറേ സെർച്ച് ചെയ്തു. ഫൈനലി എനിക്കത് കിട്ടി. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1 കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫ് കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി ഇവിടെ 200 ഗ്രാം ചുവന്നുള്ളി എടുത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ ചുവന്നുള്ളി ഒന്ന് പൊരിച്ചു കോരണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് പൊരിച്ചു കോരാം. ബ്രൗൺ കളറിലാണ് പൊരിച്ചു കോരേണ്ടത്. അതവിടെ ഇരുന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ 50 ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്തതും 50 ഗ്രാം വെളുത്തുള്ളി ചോപ്പ് ചെയ്തതുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. അടുത്തായിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതായത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇത് കൂടാതെ നമ്മൾ ആ എണ്ണയിൽ പൊരിച്ചു കോരിയെടുത്ത ചുവന്നുള്ളി, അത് ആ എണ്ണയോടുകൂടി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് പൊടികളാണ്. അതായത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ചെറുതായിട്ട് നുറുക്കിയ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളുക. അടുത്തായി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ കൈകൊണ്ട് എല്ലാം കൂടി തിരുമ്മി പിടിപ്പിക്കുക. നല്ല പോലെ കുഴച്ചെടുക്കണം. അതായത് ഈ ബീഫിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ കൂടി യോജിച്ച് വരണം. ഇതിലേക്ക് ഇനി അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി തിരുമ്മി യോജിപ്പിക്കുക. ഈ ചുവന്നുള്ളി പൊരിച്ചു കോരിയൊക്കെ ഇതിലോട്ട് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈ കറി നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്കൊന്ന് 1 മണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം വേണം കുക്കറിലിട്ട് വേവിച്ചെടുക്കാനായിട്ട്. കുക്കറിൽ വേവിക്കുമ്പം ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഈ ബീഫ് വേവിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ വേവിച്ചെടുത്ത ബീഫ് നമ്മളൊരു ഉരുളിയിലോട്ട് ഇട്ടിരിക്കുകയാണിപ്പോൾ. എന്നിട്ടിത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ബീഫ് കറിയിൽ തേങ്ങ വറുത്തരച്ചോ യാതൊന്നും ചേർക്കുന്നില്ല. ഇത് ഇങ്ങനെ ഗ്രേവിയോടുകൂടി, അതായത് ചാറോടുകൂടി വേണ്ടവർക്ക് ചാറോടുകൂടി തന്നെ ഇത് കറിയായിട്ട് തന്നെ എടുക്കാം. പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട്. അതല്ല ഇതൊരു റോസ്റ്റ് പരുവത്തിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. നല്ലപോലെ വെള്ളം വറ്റിച്ച് ഇത് വരട്ടിയും എടുക്കാം. ഈ ഉരുളിയിൽ തന്നെയായിട്ട് നല്ലപോലെ വെള്ളം വറ്റിച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്താലും ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് കറിവേപ്പിലയാണ് ഞാൻ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ എനിക്ക് തോന്നിയത് കറിവേപ്പിലയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റൊക്കെ നല്ലപോലെ കിട്ടും. കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ലപോലെ വരും. അതുകൊണ്ട് കുറേ കറിവേപ്പില നിങ്ങൾ ചേർത്ത് കൊടുത്തോളുക. എന്നിട്ട് ഇത് ഞാനൊരു റോസ്റ്റ് പരുവത്തിലാണ് ഇന്നിപ്പോൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കും. അതെൻ്റെ ഒരു ഇഷ്ടമാണ്. അതായത് അതെല്ലാവരും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ഒരുവിധം ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്ന് നമ്മൾ റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക കേട്ടോ. ഈ ഒരുപാട് നേരമായിട്ട് വേവിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ ബീഫ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഈ പച്ചക്കുള്ള ഒരു സവാളയും കൂടെ കടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സവാളയിലും കൂടി ആ ബീഫിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ഈ സവാള കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ബീഫ് കറി വെക്കുന്നത്. ഇതൊരു നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.